Hi friends, welcome to Garam Masala, the magic spices of cooking. യോഗട്ട് ചിക്കൻ കറി. ഇന്ന് നമുക്ക് യോഗട്ട് ചിക്കൻ കറി അല്ലെങ്കിൽ കേർഡ് ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ: ഫോർ ചിക്കൻ മാരിനേറ്റിംഗ് ചിക്കൻ 1/2 കിലോ, തൈര് അല്ലെങ്കിൽ യോഗട്ട് 1.5 കപ്പ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ്. ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ട ചേരുവകൾ: ഇഞ്ചി 2 ഇഞ്ച് നീളമുള്ള ഒരു പീസ്, വെളുത്തുള്ളി 4 മുതൽ 6 എണ്ണം വരെ വലുത്, തക്കാളി 2 മീഡിയം സൈസ്, സവാള 2 എണ്ണം വലുത്, പച്ചമുളക് 4 എണ്ണം, പൊട്ടാറ്റോ 1 എണ്ണം വലുത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കറിവേപ്പില, മല്ലിയില, ചെറിയ ജീരകം 1 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, ഉപ്പ്, എണ്ണ 2 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. ചിക്കനിലോട്ട് നമുക്ക് കുരുമുളക് പൊടി, ഉപ്പ്, തൈര് അല്ലെങ്കിൽ യോഗട്ട് ഇവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യോഗട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ക്രഷ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു ഫുഡ് പ്രോസസ്സറിലോട്ട് നമുക്ക് സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പൊട്ടാറ്റോ ഇവ എടുക്കണം. നമുക്കിതിനെ അടച്ചു വെച്ച് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ചെറിയ ജീരകം, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. ഇതിനെ ചെറുതായൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാം. നമുക്കിതിനെ നന്നായൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് പൗഡറുകൾ ചേർക്കാം. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പൗഡറിന്റെ റോ സ്മെൽ പോകുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസിൽ നിന്നും ഓയിലെല്ലാം സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഹാഫ് കുക്കായിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം. ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിനെ അടച്ചു വെച്ച് 5 മുതൽ 8 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് എണ്ണയെല്ലാം സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ചിക്കൻ എല്ലാം കുക്കായിട്ടുണ്ട്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി നമുക്കിതിലോട്ട് മല്ലിയില കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് യോഗട്ട് ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ റൈസ്, ഗീ റൈസ്, ചപ്പാത്തി, പറാത്ത ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.